ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് L2E ഒഫീഷ്യൽ ടീസർ വന്നിരിക്കുകയാണ്. അതിൻ്റെ റിയാക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം ഗൈസ്. അപ്പോൾ ഇത് കുറച്ച് ദിവസങ്ങളായി വന്നിട്ട് നമുക്ക് ചെറിയൊരു തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇടുന്നത്. കഴിഞ്ഞു, എന്നാൽ പോലും നമുക്ക് റിയാക്ഷൻ ചെയ്യാണ്ടിരിക്കാൻ പറ്റുന്നില്ല. മൈക്കും ചെറുതായിട്ട് ഒന്ന് കംപ്ലൈൻ്റ് ആയിരുന്നു. അത് കാരണം കൊണ്ടാണ് ഈ ഒരു ചെറിയൊരു മൈക്കിലാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് എന്താകും സൗണ്ട് ക്വാളിറ്റിയോ മറ്റുള്ളത് നമ്മൾ നോക്കിയിട്ടില്ല. ഇതായിരുന്നു ആദ്യത്തെ ചാനൽ തുടങ്ങുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മൈക്ക്. പിന്നെ ഒരു ചെറിയൊരു തിരക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് എൻ്റെ അച്ഛമ്മ മരിച്ചുപോയി. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഇടാത്തത്. ക്ഷമിക്കുക സബ്സ്ക്രൈബേഴ്സ്. ഇനി ഡെയിലി വീഡിയോ ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് പ്രതീക്ഷ. പിന്നെ L2E എന്തായാലും നമുക്കൊന്ന് കണ്ടുവരാം. റിയാക്ഷൻ വീഡിയോ ആണ് ഗൈസ്. എന്നെങ്കിലും ഒരിക്കലും നിനക്ക് ചുറ്റുമുള്ളതൊക്കെ തകർന്നു എന്ന് തോന്നിയാൽ അന്ന് അച്ഛനില്ലെങ്കിൽ നിനക്ക് സഹായം ചോദിച്ചു ചെല്ലാൻ ഒരാളെ ഉണ്ട്, സ്റ്റീഫൻ. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. He leads the most powerful mercenary hit group in Asia. ലോകത്ത് എല്ലായിടത്തും അവരുടെ പ്രസൻസ് ഉണ്ട്. Sir, we have the entire Kabuka cartel and the Qureshi Abraham Nexus in one place. This is our chance. Shall we move in? സോ ആരാണ് ഈ സ്റ്റീഫൻ നെടുമ്പള്ളി? ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണ്, ഇസ്ലാമിൽ അവൻ ഇബലീസ്, ക്രിസ്ത്യാനികൾക്കിടയിൽ അവൻ ഒരു പേരേ ഉള്ളൂ, ലൂസിഫർ. He's coming back. അബ്രാം, ഖുറേഷി അബ്രാം. I hear gunshots. We're moving in. അബ്രാം. This deal is with the devil. बस एक इशारा भाईजान, बस एक इंतजार रहेगा. खुदा हाफिज. അപ്പോൾ ആദ്യം കാണിച്ചു വാര്യർ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്. അവരെയൊന്നും അടുത്തടുത്ത് പേര് പറയുന്നില്ല. അവരൊക്കെ വന്ന് പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ലാലേട്ടൻ്റെ എൻട്രി ആണ് കാണിക്കുന്നത്. സഹായത്തിന് വേണ്ടി വെച്ച് നീട്ടിക്കൊണ്ട് ഒരു സഹായിക്കാൻ പോകുന്ന മാതിരിയാണ് കാണിച്ചിട്ടുള്ളത്. ഒരു ഗംഭീര എൻട്രി തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു മൂവി നമ്മുടെ കോളിളക്കം സൃഷ്ടിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതെന്തായാലും നമ്മുടെ മാർക്കോയിനെയും മറ്റുള്ള മൂവീസിനെയും എല്ലാത്തിനെയും ഒരു മികച്ച് തന്നെ ഒരു നിൽക്കുന്ന ഒരു ടീസർ തന്നെയാണ് അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇറക്കി വിട്ടിട്ടുള്ളത്. നമ്മുടെ മാർക്കോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിലെന്തൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഈ ഒരു സിനിമ പറയുമ്പോൾ നമുക്ക് പൃഥ്വിരാജാണ്. അത്രയ്ക്ക് കോൺഫിഡൻസ് ആയിട്ടാണ് ഞാൻ ഇവിടെ ഇന്ന് പറയുന്നത്. എന്തായാലും ഒരു ഗംഭീര ടീസർ തന്നെയാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഇറക്കി വിട്ടിട്ടുള്ളത്. ഈ മൂവി മാർച്ച് 27 റിലീസിംഗ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും മൂവി വരട്ടെ ഗൈസ്, വന്നതായിട്ട് നമുക്ക് തീരുമാനിക്കാം എങ്ങനെയുണ്ട് എന്താണ് എന്നുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഗൈസ്.